നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചായക്കോപ്പയിൽ കാരുണ്യം വിളമ്പുന്ന ഷാജിപ്പാപ്പന്റെയും അതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിലെ നന്മ നിറഞ്ഞ കുറെ നാട്ടുകാരുടെ ഒപ്പമാണ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ്. കൂടപ്പുഴയിൽ വെച്ചിട്ടുണ്ടായ ഒരു അപകടത്തിൽ ഒരു 17 വയസ്സുള്ള ഒരു മിഥുൻലാൽ എന്ന് പറഞ്ഞ പയ്യൻ വളരെ സീരിയസ് ആയിട്ട് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഷാജിപ്പാപ്പന്റെ തട്ടുകട. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഷാജിപ്പാപ്പൻ പറയും. അപ്പൊ ഇതാണ് ചായക്കോപ്പയില് കാരുണ്യം വിളമ്പുന്ന നമ്മുടെ ഷാജിപ്പാപ്പനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഷാജിപ്പാപ്പൻ പറയും ഇന്നത്തെ ഒരു കാരുണ്യ പ്രവർത്തനം എന്താണെന്നുള്ളത്. ഷാജിപ്പാപ്പ, എന്താണ് ഇന്നത്തെ ഒരു കാരുണ്യ പ്രവർത്തനം? ഇന്ന് നമ്മുടെ തൊട്ടടുത്തൊരു മോന്റെ ബൈക്ക് ആക്സിഡന്റ് പറ്റി. മിഥുൽ എന്ന് പറഞ്ഞ പയ്യൻ രാജഗിരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ 2 ആഴ്ചയായിട്ടുള്ള 3 ആഴ്ച കച്ചവടം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇത് വന്ന് പെട്ടെന്ന് ചെയ്യുകയാണ്. ആ മോന് എല്ലാവരും കൂടി സഹായിച്ചാൽ മാത്രമേ ജീവൻ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ തന്നെയല്ല, ഈ ചാരിറ്റി കൂടെ ചെയ്യുന്നത് ഈ കട ഒരു നിമിത്തമാവുന്നുള്ളൂ. ഞാൻ ഇതിന്റെ ഫുൾ സപ്പോർട്ടും നാട്ടുകാരും, പോലീസ് സ്റ്റേഷൻ, ഹെൽത്ത്, പഞ്ചായത്ത് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതിന്റെ നെടുന്തൂണ് നാട്ടുകാരാണ് അതിരപ്പള്ളി പഞ്ചായത്തിന്റെ. ഇതിനു മുമ്പും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വലുതായിട്ട് 11ാമത്തെ കച്ചവടം. ചെറുതായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. വലുതായിട്ട് ചെയ്തപ്പോ 3 ആഴ്ച മുന്നിൽ ചെയ്ത ഇടത്താടൻ ഉണ്ണി ബ്രെയിൻ ട്യൂമർ വന്ന് ആൾക്ക് നമ്മൾ 3,26,300 രൂപ കൊടുത്തിട്ടുണ്ട്. കളക്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ഇനിയും ഇതും അങ്ങനെ ഒരു വിജയത്തിലേക്ക് ആവുന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾ. ഇതെന്തായാലും വലിയൊരു വിജയമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നന്മ നിറഞ്ഞ നാട്ടുകാരും പിന്നെ ഈ ഒരു ഷാജിപ്പാപ്പനും ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കാരുണ്യ കച്ചവടത്തിലേക്ക് ഇറക്കുന്ന ഉറപ്പായും അത് വിജയിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടുകാരുണ്ട്, ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലെ നന്മ നിറഞ്ഞ നാട്ടുകാർ. അപ്പൊ നമുക്ക് അവരെയും കൂടി ഒന്ന് കാണാം, അവരുടെ അടുത്ത്. അപ്പൊ ഇതാണ് ഈ നന്മ നിറഞ്ഞ അതിരപ്പള്ളി പ്ലാന്റേഷനിലെ ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടുകാര്. അപ്പൊ ഇവര് പറയും ഇവിടുത്തെ കാരുണ്യ കച്ചവടത്തിന്റെ കാര്യങ്ങൾ എന്താണ് ഇന്നത്തെ ഒരു കച്ചവടത്തിന്റെ പ്രത്യേകത. ഇന്ന് മിഥുൻലാൽ ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി, ഒരാൾ മരിച്ചു. അതില് ഒരാൾക്ക് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കണ്. അവൻ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. അവന്റെ കുടുംബത്തിനൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ പിരിവ് നടത്തണത്. നമ്മളൊക്കെ പ്ലാന്റേഷൻകാരും ഇവിടുത്തെ അതിരപ്പള്ളിയിലെ നിവാസികളും ഷാജിപ്പാപ്പനും എല്ലാവരും കൂടി സഹകരിച്ചാണ് നടത്തണത്. ഇവിടെ എല്ലാവരും പുള്ളിയിലെ പറയുന്ന ഒരാൾക്കാർ വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. വെച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായിരുന്നത്. ഓടിച്ചായിരുന്ന പയ്യൻ അജിയുടെ മകനാണ്. അത് പുളിയിലപ്പാറ. ഇവൻ മിഥുൽ രാജ് ലാൽ എന്നാണ് ഈ കുട്ടിയുടെ ഇവന്റെ പേര്. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ രാജഗിരിയില് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയാണ്. അതുകൊണ്ട് നാട്ടുകാർ ഇത് 11ാമത്തെ ഇതാണ് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ട് 11 അല്ലേ ഇത് 12. ഇതുപോലെ നാട്ടുകാരും സകല നാട്ടുകാരും, അതായത് വെറ്റലപ്പാറ, അതിരപ്പള്ളിയൊക്കെ എല്ലാ നാട്ടുകാരും കൂടി ചേർന്നിട്ടുള്ളൊരു ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരും സഹായിക്കുക, അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ചായ കുടിക്കൂ, ഒരു ജീവൻ രക്ഷിക്കൂ. അപ്പൊ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഷാജിപ്പാപ്പന്റെ ഭാര്യ. ഈ ഇവിടുത്തെ കച്ചവടങ്ങളിൽ ഷാജിപ്പാപ്പന്റെ കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ്. എന്താണ് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം, ഇങ്ങനെ ഈ ഷാജിപ്പാപ്പന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട്? നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ പൈസ വാങ്ങിക്കുക മാത്രമല്ലല്ലോ സഹായങ്ങൾ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക, അതുള്ളൊരു നന്മ പ്രവർത്തിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ നാട്ടുകാര്. അതായത് ഒരു നാട് മുഴുവൻ ഒരു 17 വയസ്സുകാരന് വേണ്ടി ആളുകളുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയച്ചാ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയായ ഒരു പയ്യൻ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പൊ തീർച്ചയായും നമുക്കും ഇതിൽ പങ്കാളികളാകാം. ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ കയ്യിൽ പറ്റാവുന്ന സാമ്പത്തിക സഹായം ഈ കുട്ടിക്കായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുക. അപ്പോൾ വീണ്ടും കാണാം.